ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ ചാനൽ തുടങ്ങിയ വിശേഷം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ പഴയ ചാനൽ ഇപ്പോൾ എന്തായി എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പഴയ ചാനൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. കാരണം ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാച്ച് അവർ കയറ്റിയതാണ്. വാച്ച് അവർ കയറ്റിയത് ഇപ്പോൾ യൂട്യൂബ് കോർണറെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അതുകൊണ്ട് ഇപ്പോൾ ആ ചാനൽ ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞ അതേ ഡോളർ തന്നെ ആണ് നിൽക്കുന്നത്. ഞാൻ വീഡിയോസ് ഇട്ടിട്ടും ഇത് വ്യൂസ് ഇത്തിരി കുറച്ച് കയറിയിട്ടും എന്തുകൊണ്ട് എൻ്റെ ചാനൽ ഗ്രോ ആവുന്നില്ല എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ പറഞ്ഞത് എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നത് എന്താ, എൻ്റെ ചാനല് വാച്ച് അവർ പെയ്ഡ് വർക്കായിട്ട് വാച്ച് അവർ സബ് ഇതെല്ലാം കയറ്റിയത് കൊണ്ടാണ് അക്കൗണ്ട് അങ്ങനെ ആയി പോയെന്നാണ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അക്കൗണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും അക്കൗണ്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയും. ഇങ്ങനെ ടെക് ചാനലുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ് എന്നോടിങ്ങനെ. അപ്പം എനിക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം ഞാനൊരു 3-4 വർഷമായിട്ട് ഈ ഫീൽഡിൽ യൂട്യൂബ് എന്നതിനകത്തേക്ക് വന്നിട്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങിയത്. അപ്പം എൻ്റെ പുതിയ ചാനലിൻ്റെ പേര് നഗുഡു വ്ളോഗ് എന്നാണ്. അത് നഗുഡു എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ നഗുഡു എന്ന്. അപ്പോൾ ആ ചാനൽ അങ്ങനെ ഒരു പേരിട്ടു. ഇപ്പം അതിനകത്ത് ഇപ്പോൾ 2000 എത്രയൊക്കെ. ഞാൻ ഈ ചാനലിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയ സ്ഥിതിക്ക് എന്തായാലും ഒരു അബദ്ധം പറ്റി. ഇനിയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി അതേപോലെ ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. കാരണം എൻ്റെ തെറ്റാണ്. ഞാനിങ്ങനെ പോയി വാച്ച് അവർ കയറ്റിയതൊന്നും ശരിയല്ല. അതൊക്കെ സൈബർ ക്രൈമാണ്. എനിക്കറിയാം. അറിയത്തില്ലായിരുന്നു, ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ വേഗം കയ്യിൽ പൈസ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ യൂട്യൂബ് കോണർ, ജെ4ടെക് മുതലായിട്ടുള്ള ടെക് ചാനലുകളൊക്കെ പറയുന്നത്. ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ABS പോലെ, ABS, ഷിജോ ബ്രാഗം ഒക്കെ അങ്ങനെയുള്ളവർ. പക്ഷെ അവരായിട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് പെയ്ഡ് വർക്കായിട്ട് ഓരോ സാധനങ്ങൾ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ചാനല് ഡെഡായി പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു പുതിയൊരു ചാനൽ, ഇനിയും ഒരു പുതിയ ചാനൽ, ഇപ്പോൾ 3-4 വർഷമായിട്ട് ഞാൻ ഈ ചാനൽ കൊണ്ട് നടക്കുക. അപ്പോൾ ഇനിയും ഒരു പുതിയൊരു ചാനലും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ഗ്രോ ആവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഈ യൂട്യൂബിന് വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയി ഇതൊക്കെ. എനിക്കത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് 3-4 വർഷമായിട്ട് അങ്ങനെ നന്നിട്ട് ഇതാക്കി കൊണ്ടുവന്ന ചാനലാണ്. അതാണ് പെട്ടെന്ന് ഇങ്ങോട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം. അതിനകത്ത് ഞാൻ എന്ത് സാധനം അതൊന്നും ചെയ്തിട്ട് പോലും ഒന്നും ആവുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. അപ്പം ഞാൻ നിങ്ങളോടിപ്പോൾ പറയാൻ വന്നത്, ഞാനെൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് നിങ്ങളെ ആക്കാൻ വേണ്ടിയിട്ടൊന്നല്ലേ വന്നത്. അപ്പം ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഇങ്ങനെ ഈ പെയ്ഡ് വർക്ക് ചെയ്യുന്ന ഈ ടെക് ചാനലുകൾ നിങ്ങൾ ബന്ധപ്പെടരുത്. അങ്ങനെ ബന്ധപ്പെട്ട് അവരെ കൊണ്ട് വാച്ച് അവറും സബും ഇതെല്ലാം കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സത്യം പറയാലോ ഫ്രീസാവുക അല്ലെങ്കിൽ ഡെഡായി പോകും. അപ്പോൾ എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അപ്പം ഞാനും ഇപ്പോൾ പുതിയൊരു ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം പോലും ആയിട്ടില്ല. ഒരു മാസം പോലും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പതുക്കെ ഇത് ഗ്രോ ആയിട്ട് ഇങ്ങനെ കയറി വരുന്നുള്ളൂ. പിന്നെ വാച്ച് അവർ 4000 ആവണം. സബ് 2000 എത്രയോ ആയിട്ടുണ്ട്. ഇനി സബിൻ്റെ കാര്യം നോക്കണ്ട, വാച്ച് അവറിൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. എപ്പോൾ ഇതാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല. എല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.